കുടുംബശ്രീ ഹരിതകർമ്മസേന പ്രവർത്തനങ്ങളെ CDS തലത്തിലും ജില്ലാ തലത്തിലും ഏകോപിപ്പിക്കുന്നതിനു വേണ്ടി കോർഡിനേറ്റർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ജില്ലകളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒഴിവുകളും. ചില ജില്ലകളിൽ നോട്ടിഫിക്കേഷനിൽ ഒഴിവുകളുടെ എണ്ണം കൊടുത്തിട്ടില്ല, അവ ബ്ലാങ്ക് ആയി നൽകിയിരിക്കുന്നത്. യോഗ്യതയും ഹോണറോറിയവും. ഹരിതകർമ്മസേന കോർഡിനേറ്റർ ജില്ല. യോഗ്യതകൾ: ബിരുദാനന്തര ബിരുദം, കമ്പ്യൂട്ടർ പരിജ്ഞാനം, 2 വർഷത്തെ ഫീൽഡ് ലെവൽ പ്രവൃത്തി പരിചയം. പ്രായപരിധി 25 മുതൽ 40 വരെ. പ്രതിമാസ ഹോണറോറിയം 25,000 രൂപ. ഹരിതകർമ്മസേന കോർഡിനേറ്റർ CDS. യോഗ്യതകൾ: ബിരുദം, കമ്പ്യൂട്ടർ പരിജ്ഞാനം. സ്ത്രീകൾ മാത്രം അപേക്ഷിക്കുക. പ്രായപരിധി 25 മുതൽ 40 വരെ. പ്രതിമാസ ഹോണറോറിയം 10,000 രൂപ. ഉദ്യോഗാർത്ഥിയുടെ യോഗ്യതകൾ: 1. ഹരിതകർമ്മസേന പ്രവർത്തനം സംബന്ധിച്ച് വ്യക്തത. ഹരിതകർമ്മസേന പ്രവർത്തനം സംബന്ധിച്ചുള്ള ഉത്തരവുകളിലുള്ള അറിവ്. 2. കുടുംബശ്രീ സംവിധാനം, കുടുംബശ്രീ സംരംഭം എന്നിവയിൽ അറിവ്. 3. കുടുംബശ്രീ സ്റ്റേറ്റ് മിഷൻ, ജില്ലാ മിഷൻ വഴി നടപ്പിലാക്കാൻ നിർദ്ദേശിക്കുന്ന ഹരിതകർമ്മസേന പ്രവർത്തന കലണ്ടർ സമയപരിധിയിൽ ലക്ഷ്യപൂർത്തീകരണം നടത്താനുള്ള സന്നദ്ധത. 4. ലക്ഷ്യപൂർത്തീകരണം അനുസരിച്ച് വരുമാനം ലഭിക്കുക എന്ന രീതിയിൽ പ്രവർത്തിക്കാനുള്ള താൽപ്പര്യം. 5. തസ്തികയുടെ അടിസ്ഥാനത്തിൽ വിജ്ഞാപനത്തിൽ പരാമർശിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യതയുണ്ടായിരിക്കണം. 6. ഭാഷ മലയാളം, ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും കഴിയണം. 7. കമ്പ്യൂട്ടർ, സോഷ്യൽ മീഡിയ, MS ഓഫീസ്, ഇമെയിൽ, ഗൂഗിൾ മീറ്റ് തുടങ്ങിയ ഉപാധികൾ ഉപയോഗിക്കാൻ അറിവുണ്ടായിരിക്കണം. 8. മാലിന്യ സംസ്കരണ മേഖലയിൽ ഫീൽഡ് തല പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നടപ്പിലാക്കാനും അവതരണങ്ങൾ നടത്താനും പ്രാപ്തരായിരിക്കും. 9. പദ്ധതിയുടെ പുരോഗതിക്കായി പുതിയ മേഖലകൾ കണ്ടെത്തുന്നതിലേക്ക് ഗവേഷണം, പരിശീലനം എന്നിവയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുണ്ടാകണം. 10. കുടുംബശ്രീ വനിതകളുടെ സംരംഭ പുരോഗതിക്കായി മെന്ററിംഗ് നൽകാൻ പ്രാപ്തിയുണ്ടാവുകയും കമ്മ്യൂണിറ്റി തലത്തിൽ ആരോഗ്യകരമായ ബന്ധങ്ങളിലൂടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും സാധിക്കണം. 9. പദ്ധതിയുടെ പുരോഗതിക്കായി പുതിയ മേഖലകൾ കണ്ടെത്തുന്നതിലേക്ക് ഗവേഷണം, പരിശീലനം എന്നിവയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുണ്ടാകണം. 10. കുടുംബശ്രീ വനിതകളുടെ സംരംഭ പുരോഗതിക്കായി മെന്ററിംഗ് നൽകാൻ പ്രാപ്തിയുണ്ടാവുകയും കമ്മ്യൂണിറ്റി തലത്തിൽ ആരോഗ്യകരമായ ബന്ധങ്ങളിലൂടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും സാധിക്കണം. 1. അപേക്ഷ ഫോം കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസിൽ നിന്ന് നേരിട്ടോ കുടുംബശ്രീ വെബ്സൈറ്റിൽ നിന്നോ ലഭിക്കുന്നതാണ്. 2. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എറണാകുളം, തൃശൂർ ജില്ലകൾ സെപ്റ്റംബർ 12 വൈകുന്നേരം 5 മണി വരെ, ബാക്കിയുള്ള ജില്ലകൾ സെപ്റ്റംബർ 13 വൈകുന്നേരം 5 മണി വരെ. വൈകി ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. 3. ഭാഗികമായി പൂരിപ്പിച്ച അവ്യക്തമായ അപേക്ഷകൾ എന്നിവ നിരുപാധികം നിരസിക്കുന്നതാണ്. 4. പരീക്ഷാ ഫീസായി ജില്ലാ മിഷൻ കോർഡിനേറ്റർ അപേക്ഷിക്കുന്ന ജില്ലയുടെ പേരിൽ മാറാവുന്ന 200 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 5. പൂരിപ്പിച്ച അപേക്ഷയ്ക്കൊപ്പം വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ഫോട്ടോ അടങ്ങിയ പ്രൂഫ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും. അയൽക്കൂട്ട അംഗം, കുടുംബാംഗം, ഓക്സിലറി ഗ്രൂപ്പംഗം ആണെന്നതിനും വെയിറ്റേജ് മാർക്കിന് അർഹതപ്പെട്ട അപേക്ഷക ആണെന്നതിനും CDSന്റെ സാക്ഷ്യപത്രവും ഡിമാൻഡ് ഡ്രാഫ്റ്റും ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 6. വെയിറ്റേജ് ലഭിക്കുന്ന വിഭാഗക്കാർ: അയൽക്കൂട്ട ഓക്സിലറി അംഗം, DFK അതിദരിദ്ര സർവേയിൽ ഉൾപ്പെട്ട കുടുംബാംഗങ്ങൾ, ഭിന്നശേഷിക്കാർ ഉൾപ്പെട്ട കുടുംബാംഗങ്ങൾ, SC/SD കുടുംബാംഗങ്ങൾ, വനിതകൾ, ഗൃഹനാഥയായിട്ടുള്ള കുടുംബാംഗങ്ങൾ, കുടുംബശ്രീയിൽ പ്രവർത്തിച്ചുള്ള പരിചയമുള്ളവർ, കുടുംബശ്രീ ബ്ലോക്ക് കോർഡിനേറ്റർമാർ. വെയിറ്റേജ് അവകാശപ്പെടുന്ന സംഗതിയിൽ ആയത് തെളിയിക്കുന്നതിന് ആവശ്യമായ രേഖകൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 7. യാതൊരു കാരണവശാലും അസൽ സർട്ടിഫിക്കറ്റുകൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതില്ല. പൂർണ്ണമായും പൂരിപ്പിച്ച് ഒപ്പുവയ്ക്കാത്തതോ മതിയായ രേഖകൾ ഉള്ളടക്കം ചെയ്യാത്തതോ ആയ അപേക്ഷകൾ നിരുപാധികം നിരസിക്കുന്നതാണ്. 8. അപേക്ഷ സമർപ്പിക്കുന്ന കവറിന് മുകളിൽ കുടുംബശ്രീ HKS COD 2 അല്ലെങ്കിൽ HKS COD 3 എന്ന് വ്യക്തമായി രേഖപ്പെടുത്തണം. 9. ഓരോ കോഡിലുള്ള തസ്തികകൾക്ക് പ്രത്യേകം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ആദ്യം അപേക്ഷ സമർപ്പിക്കുന്ന തസ്തിക കോഡ്. ജില്ലാതലം ആണേൽ HSK കോഡ് 2, CDS തലം ആണേൽ HSK കോഡ് 3 എന്ന് എഴുതുക. അടുത്തത് അപേക്ഷകന്റെ പേര് മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതുക. ജനനത്തീയതി, ആധാർ നമ്പർ ഇല്ലേൽ തിരിച്ചറിയൽ കാർഡ് നമ്പർ,
വിദ്യാഭ്യാസ യോഗ്യത. നിങ്ങളുടെ ഏറ്റവും ഉയർന്ന യോഗ്യത എഴുതുക. മേൽവിലാസം. നിലവിൽ ഉള്ളതും സ്ഥിരവും. അടുത്തത് നിങ്ങളുടെ പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ല, മൊബൈൽ നമ്പർ, ഇമെയിൽ ഐഡി എന്നിവ നൽകുക. അടുത്തതായി അപേക്ഷകയുടെ അല്ലേൽ അപേക്ഷകന്റെ കുടുംബശ്രീ അംഗത്വം അല്ലേൽ ഓക്സിലറി അംഗത്വം സംബന്ധിച്ച വിവരങ്ങൾ ആണ് നൽകേണ്ടത്. അപേക്ഷകയുടെ അംഗത്വം ഉൾക്കൊള്ളുന്ന CDS വിവരം നൽകുക. അപേക്ഷകയുടെ അംഗത്വം ഉൾക്കൊള്ളുന്ന ADS വിവരം നൽകുക. അപേക്ഷ കുടുംബാംഗം അംഗമായ അയൽക്കൂട്ടത്തിന്റെ ഓക്സിലറി ഗ്രൂപ്പിന്റെ പേര്, അയൽക്കൂട്ടത്തിന്റെ ഓക്സിലറി ഗ്രൂപ്പിന്റെ അഫിലിയേഷൻ നം, അയൽക്കൂട്ടത്തിൽ ഓക്സിലറിയിൽ അംഗമായ മാസവും വർഷവും. അടുത്തതായി അപേക്ഷ കുടുംബശ്രീ അയൽക്കൂട്ടത്തിൽ ഓക്സിലറി അംഗമല്ലെങ്കിൽ മാത്രം പൂരിപ്പിക്കേണ്ടത്. അപേക്ഷകയും കുടുംബശ്രീ അംഗവും തമ്മിലുള്ള ബന്ധം. ഒരു വീട്ടിലാണോ താമസിക്കുന്നത്? റേഷൻ കാർഡ് നം എന്നീ വിവരങ്ങൾ നൽകുക. അടുത്തതായി പ്രവൃത്തി പരിചയം സംബന്ധിച്ച വിവരം നൽകുക. സമൂഹാധിഷ്ഠിത പദ്ധതികളിൽ പങ്കെടുത്തുള്ള പരിചയം, സ്ഥാപനത്തിന്റെ പേര്, പദ്ധതിയുടെ പേര്, ജോലി ചെയ്ത കാലയളവ് എന്നിവ വ്യക്തമാക്കിയിരിക്കണം. പരിചയം തെളിയിക്കുന്ന രേഖകളുടെ കോപ്പികൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. കുടുംബശ്രീയിൽ പ്രവർത്തിച്ചുള്ള പരിചയമുണ്ടോ ഉണ്ടെങ്കിൽ തസ്തിക പ്രവർത്തന കാലയളവ് എന്നിവ നൽകുക. കമ്പ്യൂട്ടർ പ്രാവീണ്യം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് ടിക്ക് ചെയ്യുക, ഇല്ലേൽ ഇല്ല എന്നും. അടുത്തതായി കമ്പ്യൂട്ടർ പ്രാവീണ്യം ഉണ്ടെങ്കിൽ പഠിച്ച കോഴ്സുകൾ വ്യക്തമാക്കുക. ഉള്ളടക്കം. എന്തൊക്കെ കോപ്പികൾ ആണ് അപേക്ഷയോടൊപ്പം വെക്കുന്നത് എന്ന് ഇവിടെ നൽകുക. കുടുംബശ്രീയുടെ സമയക്രമം അനുസരിച്ച് സെപ്റ്റംബർ 20 ചുരുക്കപ്പട്ടിക തയ്യാറാക്കി പ്രസിദ്ധീകരിക്കും. എഴുത്ത് പരീക്ഷ സെപ്റ്റംബർ 29. ഇന്റർവ്യൂ ഒക്ടോബർ 7. റാങ്ക് ലിസ്റ്റ് ഒക്ടോബർ 10 ആകം. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കൽ ഒക്ടോബർ 14 നിയമന ഉത്തരവ് നൽകൽ ഒക്ടോബർ 14 മുതൽ. ജോയിൻ ചെയ്യേണ്ടത് ഒക്ടോബർ 21. പരിശീലനം ഒക്ടോബർ 28 മുതൽ 31 വരെ. ഇടുക്കി ജില്ലയുടെ നോട്ടിഫിക്കേഷനിൽ സമയക്രമവും പരീക്ഷ സിലബസും വ്യക്തമായി നൽകിയിട്ടുണ്ട്. ജില്ലകൾ മാറുന്നത് അനുസരിച്ച് സമയക്രമങ്ങളിൽ മാറ്റം വരാം. കുടുംബശ്രീ വെബ്സൈറ്റിൽ അപ്ഡേറ്റുകൾക്കായി സന്ദർശിക്കുക. നോട്ടിഫിക്കേഷനും അപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ആക്കാൻ ലിങ്ക് ഉപയോഗിക്കുക. കുടുംബശ്രീ ജില്ല മിഷൻ ഓഫീസുകളിലും അപേക്ഷ ഫോം ലഭ്യമാണ്. സംശയങ്ങൾക്ക് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടുക.